എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LGയുടെ ഒരു DVD ഹോം തിയേറ്റർ സിസ്റ്റമാണ്. ഓക്കെ, ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് DH6630 എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് USB ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഓണായി ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഗുഡ് ബൈ എന്നും പറഞ്ഞ് എഴുതി കാണിച്ച് ഓഫായി അങ്ങ് പോകും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ CD പ്ലെയറൊക്കെ റീഡാവും, റീഡായിട്ട് എല്ലാം ചെയ്യും. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഗുഡ് ബൈ എന്നും പറഞ്ഞ് എഴുതി കാണിച്ച് ഓഫായി പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെ ഒരു പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇതിൽ നോക്കാൻ പോകുന്നത്. LGയുടെ ഒട്ടുമിക്ക സെറ്റുകളിലും ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടാകുന്നു. LGയുടെ ഒരു പ്രൊട്ടക്ഷൻ മോഡാണ് ഈ ഗുഡ് ബൈ എന്നും പറഞ്ഞ് എഴുതി കാണിക്കുന്നത്. അത് പ്രൊട്ടക്ഷനിലോട്ട് പോകുന്നത് കൊണ്ടിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ വരുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഇത് പ്രൊട്ടക്ഷനിലോട്ട് പോകും. അതിൻ്റെ ആംബ് ബോർഡ് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഇത് പ്രൊട്ടക്ഷനിലോട്ട് പോകും. മെയിൻ ലോജിക് ബോർഡിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇത് പ്രൊട്ടക്ഷനിലോട്ട് പോകും. ഏതെങ്കിലും ഒരു വോൾട്ടേജ് മിസ്സിങ് ഉണ്ടെങ്കിലും ഇത് പ്രൊട്ടക്ഷനിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് എല്ലാ ഇതിലും റിപ്പയർ പോസിബിൾ അല്ല. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് റിപ്പയർ ചെയ്ത് അത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മളിത് നോക്കുന്നത്. ഇതിനകത്ത് എന്താണ് പ്രശ്നമെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് കൊണ്ടു തന്നിരിക്കുന്നത് കാര്യം, ഇതൊരു ടെക്നീഷ്യൻ കൊണ്ടു തന്ന ബോർഡാണ്. ആ ടെക്നീഷ്യൻ്റെ കയ്യിൽ ഇത് കിട്ടുന്ന സമയത്ത് ഇത് ഫുള്ളി ഡെഡ് കണ്ടീഷനിലായിരുന്നു പുള്ളിയുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ പുള്ളി ഊരി നോക്കിയ സമയത്ത് ഇതിൻ്റെ ആംബ് ബോർഡ് മൊത്തം 3 ICയും കത്തി, ഇതിൻ്റെ പവർ സപ്ലൈയിൽ വരുന്ന കപ്പാസിറ്ററുകളൊക്കെ ഫിൽട്ടർ ക്യാപ്പൊക്കെ എല്ലാം പൊട്ടി ഈ ഒരു കണ്ടീഷനിലാണ് പുള്ളിയുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ പുള്ളി ഈ സെയിം ഒരു ബോർഡ് ഇതിനകത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും മാറ്റി വെച്ച സമയത്ത് ഇത് സെറ്റ് ഓൺ ആവുകയും ഇപ്പോൾ കാണുന്ന ഈ ഒരു പ്രോബ്ലത്തിലോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് അതിനകത്തുള്ള പ്രശ്നമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഫോൺ നമ്പർ, എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ടാകും. ഈ ഒരു വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് ഇത്രയാണ് ഇതിനകത്തിരിക്കുന്ന ബോർഡുകൾ. 3 ബോർഡുണ്ട്. ഒന്ന് ആംപ്ലിഫയർ, ക്ലാസ് D ആംപ്ലിഫയർ ബോർഡ്, ഒരെണ്ണം നമ്മൾ ലോജിക് കൺട്രോൾ ബോർഡ്, ഒന്ന് പവർ സപ്ലൈ. ഓക്കെ, ഇനി ഞാനിതൊന്ന് പവർ കൊടുത്ത് ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഹലോ എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഫാന് സ്പിന്നാവാതിരുന്നു കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. സ്പിന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് VDD വോൾട്ടേജ്, അതായത് ഒരു 12 വോൾട്ട് എനേബിൾ ആവണമെന്ന് ഉണ്ട്. ആ 12 വോൾട്ട് എനേബിൾ ആയതുകൊണ്ടിട്ടാണ് ഫാൻ കറങ്ങുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത് റീഡായിട്ട് ഇതിനകത്ത് CD ഉണ്ട്. CD റീഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനിവിടെ ഈ ഒരു കേബിൾ, ഒരു സ്പീക്കർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ യാതൊന്നും തന്നെ സ്പീക്കറിൽ കേൾക്കുന്നില്ല. ഇപ്പോൾ ഇത് ഗുഡ് ബൈ എന്നും പറഞ്ഞ് എഴുതി കാണിച്ച് ഓഫായി പോവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ PVDD എന്ന് പറഞ്ഞുള്ള വോൾട്ടേജ്, അതായത് നമ്മുടെ ആംപ്ലിഫയർ വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് വരുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ബാക്കി വോൾട്ടേജ് എല്ലാം വരുന്നത് കൊണ്ടിട്ടാണ് നമുക്കിത് ഓൺ ആകുന്നത്, ഫാന് കറങ്ങുന്നത്. അപ്പോൾ ഇത് റീഡായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനർത്ഥം ഇതിനകത്ത് വോൾട്ടേജ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഫാന് കറങ്ങുന്നത് കൊണ്ട് 12 വോൾട്ടും ഓക്കെയാണ്. ഇത്രയും വോൾട്ടേജ് ഇതിനകത്ത് വരാനുള്ളൂ. അപ്പോൾ വോൾട്ടേജ് കാര്യങ്ങളെല്ലാം ഓക്കെയാണെന്ന് എഴുതും. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഇതിനകത്തുള്ള ഈ ഒരു ട്രാൻസ്ഫോമർ, ഈ ഒരു ചോപ്പർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ 31 വോൾട്ടേജ് അല്ല 32 വോൾട്ടേജ് വരണം. PVDD എന്ന് പറയും. അപ്പോൾ ആ വോൾട്ടേജ് ആദ്യം ഇതിനകത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലിടുക. ശേഷം നമുക്ക് ബ്ലാക്ക് പ്രോബ് എവിടെയെങ്കിലും ഒന്ന് ഗ്രൗണ്ട് ചെയ്യാം. ഓക്കെ, ബ്ലാക്ക് പ്രോബ് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇപ്പോൾ പവർ ഓഫാണ്. ഞാനൊന്ന് പവർ ഓൺ ചെയ്യുന്നു. പവർ ഓൺ ചെയ്തിട്ട് ഇതിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട് നോക്കാം. ഇപ്പോൾ
അതിനകത്ത് 25 വോൾട്ടേജ്, 25 പോരാ, നമുക്ക് ഇതിൻ്റെ 31 വോൾട്ടേജ് വരണം. അപ്പോൾ 25 വോൾട്ടേജ് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പിംഗ് ഉണ്ട്. നമുക്ക് മാനുവൽ ഇതിനകത്ത് 31 വോൾട്ടേജാണ് ഇതിൻ്റെ സർവീസ് മാനുവലിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്കിത് 25 വോൾട്ടേ വരുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇത് റണ്ണിങ്ങിൽ കിടക്കുകയാണ്. ഗുഡ് ബൈ എന്നും പറഞ്ഞ് എഴുതി കാണിച്ച് പിന്നെയും പോയിട്ടുണ്ട്. ഇനി അടുത്ത ചെക്ക് ചെയ്യാനുള്ളത് സ്പീക്കർ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇവിടെ നമുക്ക് 25 വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേർപകുതി ഈ ഓരോ ഔട്ട്പുട്ട് പിന്നിലും വരണം. അപ്പോൾ ആദ്യം ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എത്ര വോൾട്ടേജ് ഉണ്ട്? ഇവിടെ നമുക്ക് 8 വോൾട്ട്. 8 പോരല്ലോ, 25ൻ്റെ പകുതി 12.5 വോൾട്ട്. അപ്പോൾ 13 വോൾട്ട് അടുപ്പിച്ച് ഇവിടെ വരണം. ഇവിടെ ഉണ്ട് ഇപ്പോൾ ആ 8 വോൾട്ടും നിൽക്കുന്നു. ഇവിടെ ഇല്ല, അപ്പോൾ അത് കംപ്ലൈൻ്റ് ആണ്. ഇവിടെ 12 ഉണ്ട്. ഈ ഒരു വോൾട്ടേജ് വരണം. ഈ ഒരു വോൾട്ടേജ് അപ്പുറത്തില്ല, അപ്പുറത്ത് 8 വോൾട്ടേ ഉള്ളൂ. ഇവിടെയും കറക്റ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ 8 വരുന്നുള്ളൂ, 0 to 8. അപ്പോൾ ഈ ഒന്നാമത്തെ IC കംപ്ലൈൻ്റ് ആണ്. രണ്ടാമത്തെ IC നമ്മൾ നോക്കി. മൂന്നാമത്തെ ICയിൽ യാതൊരു വിധത്തിലുള്ള വോൾട്ടേജും കാണിക്കുന്നില്ല. നോക്കട്ടെ, ഇല്ല. ഈ IC പോയതാണ്. ഈ ICയിൽ വോൾട്ടേജ് 12.5 വോൾട്ടേജ് കാണിക്കണം, അത് കാണിക്കുന്നില്ല. അപ്പോൾ 1, 2. ഇവിടെ ഇപ്പം നമുക്ക് ആഡിയോ പവർ ഔട്ട്പുട്ടിന് 3 IC ഉണ്ടാവും. ഈ IC സർവീസ് മാനുവൽ അനുസരിച്ചിട്ട് ഇതിൻ്റെ നമ്പർ TAS 5624 എന്ന് പറഞ്ഞിട്ടുള്ള IC ആണ്. അപ്പോൾ ഈ 3 IC ഉണ്ട്. ഒരു IC 2 ചാനൽ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അകത്ത് വരുന്നതിൽ 2 ICയിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ടില്ല, ഒരു ICയിൽ കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ചെക്ക് ചെയ്യാനുണ്ട്. ഈ ICയിൽ നിന്ന് ആഡിയോ വോൾട്ടേജ് ഔട്ട്പുട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ICക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് റീസെറ്റ് വോൾട്ടേജ്, പിന്നെ വരുന്നത് ഓഡിയോ SD വോൾട്ടേജ്, ഓഡിയോ ക്ലിപ്പ് വോൾട്ടേജ്. ഈ 3 വോൾട്ടേജും ഇതിനകത്ത് 3.3 വോൾട്ട് ആയിരിക്കും അത് വരുന്നത്. ഈ 3 വോൾട്ടേജും ഈ ICക്ക് കൃത്യമായിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിലും ഇവിടെ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഒന്നും വരത്തില്ല. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ആ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ റീസെറ്റ് പിന്നിലുള്ള വോൾട്ടേജ് നോക്കാം. അത് എത്ര വരുന്നുണ്ട്? 85. അവിടെ റീസെറ്റ് പിന്നിൽ വോൾട്ടേജ് വരുന്നില്ല. 1.5. ഇവിടെ 3.3 വോൾട്ട് വരണം, അത് റോങ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെയുള്ളത് ക്ലിപ്പിംഗ് വോൾട്ടേജ് ഇല്ല. SD വോൾട്ടേജ് അതും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ 2 ഈ ക്ലിപ്പിങ്ങും SD വോൾട്ടേജ് പിന്നെ റീസെറ്റ് വോൾട്ടേജ്, ഇത് 3ഉം ഇപ്പോൾ ഈ ഒരു ICക്ക് കിട്ടുന്നില്ല. അതിന് കാരണം ഈ 3 ICയിൽ 2 ഫാൾട്ടിയാണ്, അല്ലെങ്കിൽ 3 ICയും ഫാൾട്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ 3 ICയും ഇതിനകത്തുനിന്ന് മാറേണ്ടി വരും. ഇതിനകത്തുനിന്ന് ബോർഡ് അഴിച്ചെടുത്തിട്ട് നമുക്ക് ഈ ICകൾ 3 ക്ലാസ് D ആംപ്ലിഫയറിൻ്റെ ICകൾ മാറിയിട്ട് ഒന്ന് ഇതിൻ്റെയൊക്കെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഓഡിയോ ഒക്കെ വരുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ ഇപ്പോഴത്തെ ഞാൻ ചെക്ക് ചെയ്തതിൽ നമുക്ക് ഈ IC ആണ് ഇതിന് കംപ്ലൈൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മാറി നോക്കാം. പവർ സപ്ലൈ നമുക്കിതിനകത്തുനിന്ന് മാറ്റാം. സ്പീക്കറിൻ്റെ കണക്ഷൻ വരും. ഇനി ഇതിൻ്റെ പിറകിൽ 4 സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ അഴിക്കണം, ഭയങ്കര ടൈറ്റാണ്.
ഓക്കെ, കുറേ നാളുകൊണ്ടിരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് ഇതിനകത്ത് വരുന്ന ക്ലാസ് ഡി പവർ ആംപ്ലിഫയറിൻ്റെ IC-കൾ. ഇത് മൂന്നും മാറണം. അപ്പോൾ ഞാൻ ഒരുപാട് സമയം എടുക്കും, കാര്യം ഇത് SMD ആണ്. ഇപ്പോൾ തന്നെ കുറേ സമയമായി. അപ്പോൾ ഞാനിത് മൂന്നും കൂടെ മാറിയിട്ട് വരാം. എന്നിട്ട് നമുക്കിതൊന്ന് വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഇത് ഓഡിയോ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു 4-5 ദിവസം കാത്തിരുന്നതിന് ശേഷം നമുക്ക് പുതിയ IC വന്നു. ഞാൻ ആ 3 പുതിയ IC ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഹീറ്റ് സിങ്ക് ഫിറ്റ് ചെയ്ത് ഇത് ആ പ്ലെയറിനകത്ത് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ, പിന്നെ ഈ ഒരു എറർ ബൈ എന്നുള്ള ആ എറർ ഇനി വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല വിലയുണ്ട് കേട്ടോ ഈ ഒരു IC-ക്ക്. അത് മൂന്നും കൂടെ ഒരുമിച്ചെടുത്തപ്പോൾ തന്നെ ഒരു നല്ലൊരു റേറ്റ് കൊടുക്കേണ്ടി വന്നു. എന്തായാലും നമുക്കിതൊന്ന് എല്ലാം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് നല്ല ഹീറ്റ് ആവുന്നതാണ്. ഇത് ഹീറ്റ് സിങ്ക് പേസ്റ്റൊക്കെ ക്ലീൻ ചെയ്ത് നല്ല ഫ്രഷ് പേസ്റ്റൊക്കെ തേച്ച് സെറ്റ് ചെയ്യണം ഇത്. ഓക്കെ, അപ്പോൾ ഞാൻ ഹീറ്റ് സിങ്ക് പിടിപ്പിച്ചു. ഈ ബോർഡ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വയറിങ്ങും കാര്യങ്ങളും പവർ സപ്ലൈക്കും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഓൺ ചെയ്തിട്ട് അതിനകത്ത് വരുന്ന വോൾട്ടേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ പവർ കൊടുത്തിട്ടുണ്ട്. പവർ ഓൺ ചെയ്ത് ഹലോ എന്ന് വന്ന് വോളിയത്തിൽ കിടപ്പുണ്ട്. നോർമലി ഒരു 2 സെക്കൻഡ് നമുക്ക് നോക്കാം ആ ഒരു എറർ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന CD CD പ്ലേ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ആ എറർ ഇതുവരെ ആയിട്ട് വന്നില്ല. അത് വരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ഒരു 10-20 സെക്കൻഡിനുള്ളിൽ തന്നെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് വരും. ഓക്കെ, അപ്പോൾ ഞാനതിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇട്ടു. നേരത്തെ നമ്മൾ ആദ്യം ഓൺ ചെയ്ത സമയത്ത് 1 മിനിറ്റിലായിരുന്നു കിടന്നത്. ഇപ്പോൾ ഇതൊരു ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ എറർ ഗുഡ് ബൈ എന്നുള്ള ആ ഒരു എറർ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഓക്കെയാണ്. അപ്പോൾ ആ എറർ ഇതിനകത്തുനിന്ന് പോയി. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലാക്കി ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് പ്രോബ് ഞാൻ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇതിനകത്ത് വരുന്ന ക്ലിപ്പിംഗ് വോൾട്ടേജ് നോക്കാം. ഇപ്പോൾ ക്ലിപ്പിംഗ് വോൾട്ടേജ് 3.2 നിൽക്കുന്നുണ്ട്. ST വോൾട്ടേജ് 3.2 നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എനബിൾ റീസെറ്റ് വോൾട്ടേജ് 3.3 നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 വോൾട്ടേജ് നേരത്തെ കംപ്ലൈൻ്റ് ആയിരുന്നു. നേരത്തെ നമുക്ക് ഇതിൽ 3ലും ആ ഒരു വോൾട്ടേജ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഇനി നമുക്ക് സ്പീക്കർ ഔട്ടിൻ്റെ വോൾട്ടേജ്, അപ്പോൾ സ്പീക്കർ ഔട്ടിൻ്റെ വോൾട്ടേജ് നമുക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തേൽ നമുക്ക് ഈ ഒരു 2 പോർട്ടിലും ആദ്യത്തെ 2 പോർട്ടിലും നമുക്ക് 8 വോൾട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ ഇതിൽ 12 വോൾട്ട് വരുന്നുണ്ട്. ഇവിടെ 12 വോൾട്ട് വരുന്നുണ്ട്. ഇവിടെയും 12 വോൾട്ട് വരുന്നുണ്ട്. ഇവിടെ 12 വോൾട്ട്, 12 വോൾട്ട്, 12 വോൾട്ട്. ഇപ്പോൾ 3ലും ഒരേ സെയിം വോൾട്ടേജാണ് ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ 3 IC കംപ്ലൈൻ്റ് ആയിരുന്നു എന്നിട്ടാണ്
നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. ജസ്റ്റ് നമുക്കൊരു സ്പീക്കർ ഒന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം ഇതിനകത്ത് ഓഡിയോ ഔട്ട്പുട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ വോളിയം ഒന്ന് കുറയ്ക്കുകയാണ്. വോളിയം കുറച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ പോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ പ്രശ്നം ഗുഡ് ബൈ എന്നുള്ള ആ പ്രശ്നവും മാറി, ഓഡിയോ ഔട്ട്പുട്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് CD റീഡായിട്ടാണ് CD എന്നാണ് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെറ്റ് LGയുടെ DH6630 എന്നുള്ള ഈ ഒരു സെറ്റ് ഫുള്ളി വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.